യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വചനം പറയുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഈ ആലയത്തെയും ഞങ്ങളെയൊക്കെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം ഞങ്ങൾക്കും ആവശ്യമാണ്. ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുവാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കാൻ, വചനത്തിലൂടെ ദൈവത്തെ അറിയാനും ദൈവത്തെ ആരാധിക്കാനും ദൈവം എനിക്കൊരവസരം തന്നിരിക്കുന്നതായത്. ഇതൊരവസരമാണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഇതെങ്ങനെയാണ് അവസരമാകുന്നത്? ഇതൊരവസരമാണ്. ദൈവവചനം കേട്ട് കഴിയുന്നതിന് മുമ്പും കേട്ട് കഴിഞ്ഞും ഇത് 10 പേർക്ക് അയച്ചു കൊടുക്കാൻ, ഇത് കുറേ പേർക്ക് ഷെയർ ചെയ്യാൻ, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും കൊടുക്കാൻ ദൈവം നിനക്ക് തന്ന അവസരമാണിത്. ചിലർക്ക് പാട്ട് പാടാൻ, ചിലർക്ക് വചനം പറയുമ്പോൾ ക്യാമറ എടുക്കാൻ, എഡിറ്റ് ചെയ്യാൻ, ഇതിനെക്കുറിച്ച് വാഗൊണ്ട് പറയാൻ, അനേകർക്ക് ദൈവത്തെ കൊടുക്കാൻ ദൈവം എനിക്കും നിങ്ങൾക്കും തന്ന അവസരമാണിത്. ആ അവസരത്തെ ഉപയോഗിക്കുന്നവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. താലന്ത് ലഭിച്ചയാൾ ആർക്കും കൊടുക്കാതെ അത് മണ്ണിൽ കുഴിച്ചിട്ടു. അത് ഷെയർ പോലും ചെയ്തിട്ടില്ല, ഉപകാരവും ചെയ്തില്ല, ഉപദ്രവവും ചെയ്തില്ല. എന്നാൽ ചില വ്യക്തികൾ ആ താലന്ത് കിട്ടിയപ്പോൾ അത് ബിസിനസ് നടത്തി, വ്യാപാരം ചെയ്ത്, അത് ഷെയർ ചെയ്ത്, അത് വർദ്ധിപ്പിച്ചു. അവരെ ആ യജമാനൻ അനുഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കാൻ തന്നിരിക്കുന്ന അവസരമാണിത്. അതിനെ പരമാവധി അനേകരിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഒത്തിരി അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് ഒത്തിരി പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരാളായിരിക്കും ഈ വചനം കേൾക്കുന്നത്. ആ ഒരാളിലൂടെ ആ വീട് ശക്തമായി അനുഗ്രഹിക്കപ്പെടും. ആ ഒരാളിലൂടെ. ബാക്കി എല്ലാവരും എതിരായിരിക്കും, ബാക്കി എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ബാക്കി എല്ലാവർക്കും ഇതിനെ വിമർശനമായിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളത് കേട്ടുകൊള്ളുക. കുടുംബമായി ഒരുമിച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ അത് ഒത്തിരി അനുഗ്രഹം. അല്ല, നിങ്ങളിൽ ഒരാളെ കേൾക്കുന്നുള്ളോ, സാരമില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ ആ വചനം കേൾക്ക്, അവർക്ക് വേണ്ടി നിങ്ങൾ ആ പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. ആ വീട് അനുഗ്രഹിക്കപ്പെട്ടോളും. നിങ്ങളിലൂടെ, നിങ്ങളെന്നൊരു വ്യക്തിയിലൂടെ. ഞാനത് ആ വചനത്തിലൂടെ ബോധ്യപ്പെടുത്തുവാണ്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 13 മുതൽ. നഗര കവാടത്തിന് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങൾ, പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ അന്നും ഉണ്ടായിരുന്നു. എത്ര വർഷം മുമ്പ് അന്നും ഉണ്ടായിരുന്നു പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ. ഇന്ന് മാത്രമല്ല, അന്നും ഉണ്ടായിരുന്നു. ആളുകൾ പോകുമായിരുന്നു, പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങൾക്കും ദൈവം തരുന്ന സമയത്ത്, ദൈവം പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോകണം. ദൈവത്തെ ആരാധിക്കാൻ, വചനം കേൾക്കാൻ പോകണം. അവർ പറയും, നിങ്ങളെങ്ങനെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ കൂടെ കയറി നടന്നു? ഇങ്ങനെയൊക്കെ പറയുന്നവരും വിമർശിക്കുന്നവരും കളിയാക്കുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് എല്ലാവരും വരണമെന്ന് പറയുമല്ല. നിങ്ങളുടെ മനസ്സിൽ ദൈവം പ്രചോദിപ്പിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോകണം. ഇന്ന സ്ഥലത്തേക്ക് പോകണ്ട, ഇന്ന സ്ഥലത്തേക്ക് പോകണം. ദൈവം നിങ്ങളിൽ പ്രചോദിപ്പിക്കുന്ന ആ സ്ഥലത്താണ് നിങ്ങൾ പോകേണ്ടത്. അത് ദൈവത്തിൻ്റെ ക്ഷണമാണ്. പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്ക് പോയി ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. 14 ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന
പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊരു ബിസിനസ്സുകാരിയാണ്, വ്യാപാരം ചെയ്യുന്ന ഒരാളാണ് ലിദിയ. വ്യാപാരം ചെയ്തിരുന്ന പട്ടുവിൽപ്പനക്കാരിയായ ലിദിയ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ചെന്നു. ആ ഒരു വ്യക്തി അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമായി പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ചെന്നു. പേര് ലിദിയ. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. ദൈവം ഹൃദയത്തെ തുറക്കുന്ന സമയം അതൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ്. ആ വ്യക്തി ചിന്തിച്ച് നോക്കിക്കുക. ആ വ്യക്തി പട്ടുവിൽപ്പനയൊക്കെ നടത്തുന്ന ആളാണ്, തിരക്കുള്ള ആളായിരിക്കാം, ഒരു വരുമാന മാർഗമൊക്കെ നല്ല രീതിയിൽ പോകുന്ന ഒരാളാണ്. അവരും സമയം കണ്ടെത്തി പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയി അവിടെ വചനം കേൾക്കാൻ, പ്രസംഗം കേൾക്കാൻ, ആരാധിക്കാൻ അവിടെ ചെന്നപ്പോൾ കർത്താവ് അവരുടെ ഹൃദയത്തെ തുറന്നു. 15-ാമത്തെ വാക്യം, കുടുംബസമേതം. പോയതൊറ്റയ്ക്കാണ്, അനുഗ്രഹിക്കപ്പെട്ടത് കുടുംബം മുഴുവനാണ്. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ചവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടെ ഒരു വാക്കാണ്. ആ വീട്ടിലേക്ക് അവരെ എല്ലാവരെയും ആ വ്യക്തി ക്ഷണിക്കുവാണ്. കുടുംബസമേതം അനുഗ്രഹിക്കപ്പെട്ടു. പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയതാരാ? ഒരാളാണ്. അനുഗ്രഹിക്കപ്പെട്ടപ്പോഴോ വചനം കേൾക്കാൻ ആരാണോ ഹൃദയത്തെ തുറക്കുന്നത്, വചനം കേൾക്കാൻ ആരാണോ തയ്യാറാകുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെ ഒരാളായിരിക്കും അതിന് മനസ്സ് വച്ചത്, തയ്യാറാകുന്നത്, തീരുമാനിക്കുന്നത്. അനുഗ്രഹിക്കപ്പെടുന്നത് ഒറ്റയ്ക്കല്ല, ആ വ്യക്തിയിലൂടെ ആ കുടുംബം മുഴുവൻ, കുടുംബസമേതം. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കണം. ദൈവികമായ ഇടപെടലുകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. ഈ വചനം പല പ്രാവശ്യം വായിക്കണം. ബൈബിൾ തുറന്നു വച്ച് വായിക്കാൻ സമയമുള്ള ഒരു സമയത്ത് വായിക്കണം. കാരണം ഈ വചനത്തിനകത്ത് ചിന്തിക്കാനുണ്ട്. അവൾ പട്ടുവിൽപ്പനക്കാരിയാണല്ലോ, എന്നാലും അവൾ സമയം കണ്ടെത്തി പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയി. നിങ്ങളും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ആരാധിക്കാൻ ചില പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലൊക്കെ പോകണം. അവിടെ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമെന്ന് മാത്രമല്ല, എന്നിലൂടെ എൻ്റെ കുടുംബസമേതം എൻ്റെ കുടുംബത്തെ മുഴുവൻ സഹായിക്കണേ. അവളുടെ ഹൃദയത്തെ ദൈവം തുറന്നു വചനം കേൾക്കാൻ. നിങ്ങളുടെ ഹൃദയത്തെ ദൈവം തുറക്കാനിടയായാൽ നിങ്ങളുടെ കുടുംബം മുഴുവനായി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് മുഴുവൻ ദൈവികമായ ഇടപെടലിന് കാരണമാകും. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ഹൃദയം തുറന്നപ്പോൾ വചനം കേൾക്കാൻ ഹൃദയം ഒരുക്കിയതിലൂടെ അവളുടെ ജീവിതവും കുടുംബവും മുഴുവനായി അനുഗ്രഹിക്കപ്പെട്ടു. കുടുംബസമേതം എന്ന വാക്ക് ഞാൻ ഒത്തിരി ശ്രദ്ധയോടെയാണ് വായിച്ചത്. കുറേ പ്രാവശ്യം ചിന്തിച്ചു. കുടുംബസമേതം, പോയത് കുടുംബസമേതം അല്ല, പോയത് ഒറ്റയ്ക്കാണ്. അനുഗ്രഹിക്കപ്പെട്ടതോ കുടുംബസമേതം. ഇന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഞങ്ങളും കുടുംബസമേതം ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ. ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, സഹോദരി, കൊച്ചുമക്കൾ എല്ലാവരും കുടുംബസമേതം. ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ഈ ആലയത്തിൽ വരുന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇങ്ങോട്ട് വരണമെന്നൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ഇവിടെ 10,000 ഒരുമിച്ച് കൂടണമെന്ന് പറയാറില്ല. ഇവിടെ 1000 ഒരുമിച്ച് കൂടണമെന്ന് പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആ നിയോഗം കിട്ടിയവർ ഒരു ചടങ്ങായിട്ടോ ടൂർ പ്രോഗ്രാമായിട്ടോ ഒരു യാത്രയുടെ ഭാഗമായിട്ടോ ഒന്നും ഇവിടെ ആളുകൾ വരണമെന്നല്ല. ആളുകളിവിടെ എല്ലാ ദിവസവും 100-ൽ-അധികം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. വ്യാഴം വെള്ളി ദിവസങ്ങളാണ് വചനപ്രഘോഷണമുള്ളത്, ആരാധനയുള്ളത്, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുള്ളതെല്ലാം. അപ്പോൾ അതിലൂടെ അവിടെ ദൈവം അവരുടെ ഹൃദയങ്ങളെ തുറക്കുന്നുണ്ട്. ഇന്നും കുടുംബസമേതം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവരിലൂടെ
അനേകർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. എല്ലാ മഹത്വവും ദൈവത്തിന്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൻ്റെ 3-ാം വെള്ളിയാഴ്ചയാണ് ഈ വരാൻ പോകുന്നത്. 7 ആശീർവാദത്തോടെയുള്ള ദിവികാരൻ്റെ പ്രദക്ഷിണം രാവിലെ 8:15 ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ആലയത്തിൽ ഈ വചനപ്രഘോഷണം നടക്കുന്ന ആലയത്തിൻ്റെ തൊട്ട് താഴെ ഒരു ധ്യാന ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ആളുകൾ മുട്ടിലിഴഞ്ഞ് നിയോഗം സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും ആളുകൾ വരുന്നവർ ആ മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ നിയോഗം അൾത്താരയ്ക്ക് സമീപമുള്ള നിയോഗ ബോക്സിൽ നിക്ഷേപിക്കും. അനുഗ്രഹമായി അത് മാറുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം പല പ്രാവശ്യം വായിക്കണം. ലിദിയ എന്ന വ്യക്തി വചനം കേട്ടപ്പോൾ ആ കുടുംബസമേതം അവർ അനുഗ്രഹിക്കപ്പെട്ടു. കുടുംബസമേതം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു. കുടുംബസമേതം ദൈവത്തിൻ്റെ ഇടപെടൽ അവർക്കുണ്ടായി. ആ കുടുംബം ഇന്നലത്തേതിനേക്കാൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടാൻ ഇടയായതുപോലെ കർത്താവേ, ലിദിയായുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ പറഞ്ഞ് ലിദിയായുടെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചതുപോലെ ആ ഹൃദയത്തെ വചനം കേൾക്കാൻ അങ്ങ് തുറന്നപ്പോൾ ആ വീട് മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട, ആ വീട്ടിലുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ എൻ്റെ വീടും അനുഗ്രഹിക്കപ്പെടണമേ. എൻ്റെ വീട്ടിലുള്ള ചിലർ ഇതിനൊക്കെ എതിരാണ്, എൻ്റെ പിള്ളേർ ഇതിനെതിരാണ്, എൻ്റെ കുടുംബക്കാർ ഇതിനെയൊക്കെ വിമർശിക്കുന്നുണ്ട്. സാരമില്ല, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുക, പറ്റും പോലെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിച്ചുകൊള്ളും. ഇന്നല്ലെങ്കിൽ നാളെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊള്ളും. ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച കൽക്കുരിശ് സ്ഥാപിച്ചിട്ട് ഏകദേശം 1 വർഷമാവുകയാണ്. ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മുടെ ആലയത്തിൽ കൽക്കുരിശിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒരു തിരുനാൾ പോലെ പ്രാർത്ഥിച്ച് നടത്തുകയാണ്. ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയോഗ പ്രാർത്ഥനയ്ക്കൊന്ന് ഒരുങ്ങാം. കർത്താവായ യേശുവേ, ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥന, അതിനു മുമ്പുള്ള ഒരുക്കപ്രാർത്ഥന ഈ മാസം ഇതിൽ പങ്കെടുക്കുന്നവരുണ്ട്. നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെല്ലാം, കുടുംബത്തെ, വ്യക്തികളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നയിക്കണമേ. ഇന്ന് ധ്യാനകേന്ദ്രത്തിൻ്റെ 3-ാം ഗ്രൂപ്പുകാരുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുമല്ലോ മറക്കാതെ. നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തിയും മറക്കാതെ ഈ ശുശ്രൂഷ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ ദിവസമാണ്. പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ. സമാധാനം തരട്ടെ. ഉയർച്ച നിങ്ങൾക്കുണ്ടാകട്ടെ. അനുഗ്രഹം ഉണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ. സ്വർഗീയ നന്മകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ലിദിയായിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഇന്ന് എന്നിലൂടെ അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമേ. എന്നിലൂടെ എൻ്റെ കുടുംബം വചനം ഷെയർ ചെയ്യുന്ന എന്നിലൂടെ, വചനം കേൾക്കുന്ന എന്നിലൂടെ എൻ്റെ ജീവിത പങ്കാളി, കുടുംബം, ശുശ്രൂഷ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും ദൈവം തരട്ടെ. സന്തോഷവും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. നന്മയായിട്ടുള്ളത് കൂടി ചേർന്ന് വരുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ വചനം വായിക്കുമല്ലോ. ഈ വചനം അനേകരിൽ എത്തിക്കണം. ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഇതൊക്കെ ചില അനുഗ്രഹത്തിൻ്റെ തുടക്കമായി മാറും. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ നല്ല മനസ്സിനും പ്രാർത്ഥനയ്ക്കും നന്ദി. നാളെ 5:30 കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.